സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം നമോ ഭഗവതേ വാസുദേവായ. അമ്മേ നാരായണ. ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈശ്വര സ്വരൂപികളായിട്ട് തന്നെ കണ്ടുകൊണ്ട് നമസ്കരിക്കുന്നു. സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയുമായ സർവേശ്വരൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലെ 6ാം അധ്യായമായ ദേവസ്തുതിയാണ് നമുക്ക് ഇന്ന് മനനം ചെയ്യേണ്ടത്. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം ധാരാളം സ്തുതികൾ കാണാം. ഈ സ്തുതികളെല്ലാം ബ്രഹ്മസ്തുതികളാണ്. ഭഗവാന്റെ സഗുണമായ രൂപത്തെ സ്തുതിച്ചാലും അത് നിരാകാര ബ്രഹ്മത്തിന്റെ സ്തുതിയായിട്ട് പര്യവസാനിക്കും. എന്തുകൊണ്ടെന്നാൽ പുരാണങ്ങളും ഇതിഹാസങ്ങളും എഴുതിയിരിക്കുന്നത് വെറുതെ കഥ പറഞ്ഞ് രസിപ്പിക്കാനല്ല, നമ്മളെല്ലാവരെയും തത്വബോധമുള്ളവരാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. ആരാണ് ഈശ്വരൻ? ആരാണ് പരമാത്മാവ്? എന്താണ് ഈ ജീവൻ? എന്താണ് ഈ പ്രപഞ്ചം? ഇതിനെക്കുറിച്ചുള്ള അറിവ്, ആ അറിവിന്റെ പരാകാഷ്ഠയിൽ ഓരോ ജീവനെയും എത്തിക്കാനായിട്ടാണ് കാരുണ്യപൂർവം നമ്മുടെ ആചാര്യന്മാര് പുരാണങ്ങളും ഇതിഹാസങ്ങളും രചിച്ചിട്ടുള്ളത്. അപ്പൊ കഥകളിലൂടെ, ഐതിഹ്യങ്ങളിലൂടെ അന്ന് നിലവിലുള്ള എല്ലാ സംഭവങ്ങളെയും വിവരിച്ചുകൊണ്ട് ആചാര്യന്മാർ കഥകൾ പറഞ്ഞു തരും. അപ്പോ എവിടെയെങ്കിലുമൊക്കെ ഈ സ്തുതികൾ ഉണ്ടാവും. ആ സ്തുതികളിലെല്ലാം നിരാകാര ബ്രഹ്മത്തിന്റെ വർണ്ണനയായിരിക്കും. എന്തുകൊണ്ടെന്നാൽ പൂർണ്ണമായിട്ട് ആ ബ്രഹ്മത്തെ നിർവചിക്കാൻ ആർക്കും ആവില്ല. ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ ഉപനിഷത്തിന് പോലും കെൽപ്പുള്ളൂ. അപ്പോ ആവർത്തിച്ച് ഈ സ്തുതികളിലൂടെ കടന്നു പോകുമ്പോൾ, ആ സ്തുതികൾ ചൊല്ലുമ്പോൾ, ആ സ്തുതികൾ മനനം ചെയ്യുമ്പോൾ, ഈ ആവർത്തനത്തിലൂടെ നമുക്കും നിരാകാര ബ്രഹ്മത്തെ ധ്യാനിച്ച് ആ തിരിച്ചറിവിലേക്ക് ഉണരാനാകും. സത്യസ്വരൂപനെ അറിയാനാകും. സത്യസ്വരൂപനെ അറിയുക എന്നാൽ സത്യമായി തീരുക എന്നാണ് അർത്ഥം. ഇവിടെ ഇത് മുക്തിസ്കന്ധമാണ്. ഏകാദശം ലീലാമാനുഷവേഷം ധരിച്ച ശ്രീകൃഷ്ണ പരമാത്മാവ് 125 കൊല്ലത്തെ ഈ ലോകവാസത്തിന് ശേഷം സ്വധാമത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അവതാരോദ്ദേശങ്ങളെല്ലാം കഴിഞ്ഞു. അവതാരമായാലും മനുഷ്യനായിട്ട് അവതരിച്ചാൽ സ്വധാമത്തിലേക്ക് പോകാതെ വയ്യ. സാക്ഷാൽ പരമാത്മാവാണെങ്കിലും ഇവിടെ ശരീരം പൂണ്ടു വന്നാൽ ആ ശരീരത്തിന് ജനനമുണ്ട്, ആ ശരീരത്തിന് മരണവുമുണ്ട്. ഇതെല്ലാം ദേവന്മാർക്കും ബ്രഹ്മദേവനും മുൻകൂട്ടി അറിയാമല്ലോ. അതുകൊണ്ട് അവര് സദാ ബ്രഹ്മചിന്തനത്തിലേക്ക് ഇരിക്കുന്നവരായിരിക്കും. എന്നാലും
ഭഗവാന്റെ ആ ദിവ്യമായിട്ടുള്ള കോമള രൂപം, ആ ദ്വാരകാധീശന്റെ രൂപം, സകല ഐശ്വര്യങ്ങളോടും കൂടി വിളങ്ങിക്കാണുന്ന ആ രൂപത്തെ ഒന്ന് കണ്ണു നിറയെ കണ്ട് ആനന്ദിക്കാൻ, സാഷ്ടാംഗ ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കാൻ വെമ്പല് കൊണ്ടുകൊണ്ട് ബ്രഹ്മദേവൻ തന്റെ പുത്രന്മാരായിട്ടുള്ള പ്രജാപതികളോടുകൂടെ, പരമശിവൻ ഭൂതഗണങ്ങളോടുകൂടെ, പിന്നെ മരുത്തുക്കളും നാഗങ്ങളും ഋഷിമാരും അപ്സരസ്സുകളും ഗന്ധർവന്മാരും ചാരണന്മാരും സിദ്ധന്മാരും എല്ലാവരും അടങ്ങുന്ന സംഘം ദ്വാരകയിൽ എത്തുകയാണ് ഭഗവാനെ കാണാൻ. അവരുടെ കയ്യില് സ്വർഗലോകത്തെ അതിവിശിഷ്ടങ്ങളായിട്ടുള്ള പൂക്കൾ കൊണ്ടുള്ള, നന്ദനവനത്തിലെ പൂക്കളൊക്കെയാണ്, അതുകൊണ്ടുള്ള മനോഹരമായിട്ടുള്ള മാലയുണ്ട് ഭഗവാനെ അർപ്പിക്കാൻ. ഭഗവാനെ കണ്ടപാടെ ആ മാല അങ്ങോട്ട് കഴുത്തിൽ അർപ്പിച്ച് എല്ലാവരും സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് ആ പാദങ്ങളിൽ വീണ്. ഈ സ്തുതിയിലുടനീളം ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്ന ഭക്തരെയാണ് നമ്മൾ കാണുന്നത്. പാതാരവിന്ദങ്ങളുടെ ശ്രേഷ്ഠതയാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത്. ഈ 6-ാം അധ്യായത്തില് 7-ാമത്തെ ശ്ലോകം മുതല് 19-ാമത്തെ ശ്ലോകം വരെയാണ് ദേവസ്തുതി. ഇവിടെ നമുക്ക് ഈ 1 മണിക്കൂറിനുള്ളിൽ ഒന്നിങ്ങനെ പരിചയപ്പെടുത്തുകയാണ് അത്. എന്ന് നിങ്ങൾ എല്ലാവരും അത് വായിച്ചിട്ടുണ്ടാവും, പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും. ഈ ശ്രോതാക്കൾ എല്ലാവരും പലരും ഈ വക്താവിനെക്കാട്ടിലൊക്കെ എത്രയോ സത്സംഗം കിട്ടിയവരായിരിക്കും. എന്നാലും ഈ ഏകാദശത്തിലെ 6-ാമത്തെ സ്കന്ധത്തിലെ 7-ാമത്തെ ശ്ലോകം മുതൽ 19-ാമത്തെ ശ്ലോകം വരെ ഒന്ന് വായിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ദേവസ്തുതി എന്താണെന്ന് തെളിഞ്ഞു കിട്ടും. ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്ന ഭക്തരാണ് ഇവരെല്ലാവരും. അവർ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് പറയാണ്, ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളെ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. സത്വഗുണത്തിനും രജോ ഗുണത്തിനും തമോ ഗുണത്തിനും പ്രാധാന്യമുള്ളതാണല്ലോ മഹാമായ. ആ മായ അവിടുത്തെ തന്നെ ശക്തിയാണല്ലോ. ആ ശക്തി കൊണ്ടാണല്ലോ അവിടുന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ചത്. എന്നിട്ട് അവിടുന്ന് ഈ സൃഷ്ടിയോടൊന്നും യാതൊരു ഒട്ടലും ഇല്ലാതെ ഇങ്ങനെ ഉദാസീനനായിട്ട് നിൽക്കും. രമേ വർത്താസി കർത്തവ്യം എന്നുള്ള, എനിക്കൊന്നും ചെയ്യാനില്ല ഇവിടെ എന്നുള്ള ഭാവത്തിലാണ് ഭഗവാൻ ലീലകൾ മുഴുവൻ ആടുന്നത്. ഈ സൃഷ്ടി ഭഗവാന്റെ ലീലയാണ്, ഈ സ്ഥിതി ഭഗവാന്റെ ലീലയാണ്, ഈ സംഹാരം ഭഗവാന്റെ ലീലയാണ്. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു എന്നാണ് ഭഗവത്ഗീത. ഭഗവാൻ ഒന്നിലും കർത്തൃത്വം ഇല്ല, ഭോക്തൃത്വം ഇല്ല, ഒന്നുമില്ല. ഭഗവാന്റെ സന്നിധിയിൽ എല്ലാം നടക്കുകയാണ്, എല്ലാം നടത്തപ്പെടുകയാണ്. ഭഗവാൻ ഇതിനൊന്നിനോടും സംഘമില്ല. അപ്പൊ മായയിൽ പെട്ടിരിക്കുന്ന ജീവന്മാർക്ക്, ആ മായയിൽ നിന്ന് മുക്തനാവണം എന്ന് ആഗ്രഹിക്കുന്ന ജീവന്മാർക്ക് അഭയം തരുന്നത് ആ പാതാരവിന്ദങ്ങളാണ്. അന്ധക്കരണ ശുദ്ധി വേണം എന്ന് ആഗ്രഹിക്കുന്ന ജീവന്മാർക്ക് അഭയം നൽകുന്നത് ഈ പാതാരവിന്ദങ്ങളാണ്. സത്വഗുണം വർദ്ധിപ്പിക്കാനും അതിലൂടെ ഭക്തി വളർത്താനും ആ ഭക്തിയെ ജ്ഞാനത്തിലേക്ക് എത്തിക്കാനും ഈ പാതാരവിന്ദങ്ങളെയാണ് ഭക്തന്മാർ ആശ്രയിക്കുന്നത്. അങ്ങനെയുള്ള ആ പാതാരവിന്ദങ്ങളെ സർവാത്മന ആശ്രയിക്കുകയാണ് ഭഗവാനെ ഞങ്ങള്. ഞങ്ങളുടെ ഉള്ളിലെ ഈ വിഷയവാസനകളൊക്കെ മാറണം. ഇവരൊക്കെ ഭൂമിയിലുള്ള ആളുകളല്ല, ഇവരെല്ലാവരും വേറെ ലോകത്തുള്ളവരാണ്. അതുകൊണ്ട് ഇവർക്ക് ശരീരമില്ല, ഇവർക്ക് മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ദേവേന്ദ്രനെ എല്ലാം ഒരു മഹർഷി തപസ് ചെയ്യുമ്പോൾ ദേവേന്ദ്രന് ഭയമാകും, ഇന്ദ്രപ്പട്ടം നേടിയെടുക്കാനാണോ മഹർഷി തപസ് ചെയ്യുന്നത് എന്ന് നോക്കൂ. അപ്പൊ മതവും മാത്സര്യവും അസൂയയും ആ എലിമെന്റൽ ഹ്യൂമൻ പാഷൻസ് ഒക്കെ അവിടെയുണ്ട്. മനുഷ്യന്റെ ഉള്ളില് എല്ലാ കാര്യങ്ങളും ഇവരുടെയൊക്കെ ഉള്ളിലുണ്ട്. അപ്പൊ ജ്ഞാനം കിട്ടിയിട്ടില്ല, അവർക്കുണ്ട്. കുറെ കാലം കഴിയുമ്പോ
ജനനവും മരണവും എല്ലാം. ഓരോ കൽപ്പം കഴിയുമ്പോൾ ദേവേന്ദ്രൻ മാറി വേറൊരു ഇന്ദ്രൻ വരും. ഒരു കൽപ്പം കഴിയുമ്പോൾ ബ്രഹ്മാവിന് ഇത്ര ആയുസ്, അത് കഴിഞ്ഞാൽ ബ്രഹ്മാവും ഇല്ലാതായിട്ട് പുതിയ ബ്രഹ്മാവ് ഉണ്ടാവും, ബ്രഹ്മാക്കളുണ്ടാവും. ഉണ്ടായവയെല്ലാം നിലനിന്ന് നശിക്കും, വീണ്ടും ഉണ്ടാവും. ഇത് പരമാത്മാവ്, ശ്രീകൃഷ്ണ പരമാത്മാവ്. അവിടെ സൃഷ്ടിസ്ഥിതി ലയമൊക്കെ നടക്കുന്നത് പരമാത്മാവിലാണ്, ആ പരമാത്മാവിന്റെ സന്നിധിയിലാണ്. അതുകൊണ്ട് ഈ മായയ്ക്ക് അതീതരാവണം എന്ന് ആഗ്രഹിക്കുന്ന വിവേകികൾ അവരുടെ പാതാരവിന്ദങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അതേ കാലടികളെ ഞങ്ങൾ വണങ്ങുകയാണ് ഭഗവാൻ. ഇനി ലക്ഷ്മി ദേവി അവിടുത്തെ വക്ഷസ്സിലാണ്. ലക്ഷ്മി ദേവിക്ക് പോലും മത്സര ബുദ്ധി തോന്നുന്നതാണ് അവിടുത്തെ വക്ഷത്തിൽ അണിഞ്ഞിരിക്കുന്ന ഈ വനമാല. ഭക്തരർപ്പിക്കുന്ന പൂക്കൾ കൊണ്ടാണ് ഈ വനമാല. ഭഗവാന് കൂടുതൽ ഇഷ്ടം ഭക്തരെയാണോ? അതാണ് ലക്ഷ്മി ദേവിയുടെ സംശയം. എന്തിനാണ് നമുക്കിത് പറഞ്ഞു തരുന്നത് ഭാഗവതം? ഭക്തിയോടെ ഭഗവാൻ എന്താണോ അർപ്പിക്കുന്നത് അതിന് ഭഗവാൻ പ്രസന്നനാണ് എന്നാണ്. ഗീത പറയുന്നില്ലേ, പത്രം പുഷ്പം ഫലം തോയം യമേ ഭക്തിയാ പ്രയച്ഛതി. സാധനങ്ങൾക്കല്ല പ്രാധാന്യം, ഭാവനയ്ക്കാണ്. ഒരു പിടി അവില് ഉള്ളു കുചേലന്റെ കയ്യില്, ഭഗവാൻ എത്ര ആനന്ദിച്ചുകൊണ്ടാണ് ആ അവില് ഭുജിക്കുന്നത്. കടിച്ച ഫലങ്ങളാണ്, മധുരമുണ്ടോ എന്ന് നോക്കാനായിട്ട് കടിച്ച ഫലങ്ങളാണ് ശബരി ശ്രീരാമസ്വാമിക്ക് സമർപ്പിക്കുന്നത്. ശ്രീരാമസ്വാമി എത്ര സ്നേഹത്തോടെ, എത്ര വാത്സല്യത്തോടെ, എത്ര കാരുണ്യത്തോടെ ആണ് ആ അമ്മയുടെ നൈവേദ്യം സ്വീകരിക്കുന്നത്. ഭക്തയായിട്ടുള്ള വിതുരപത്നിയുടെ പഴം, അമ്മ പഴം കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഭക്തിയുടെ ലഹരിയിൽ പഴം കളയുന്നു, തൊണ്ട് കൊടുക്കുന്നു, പഴം കളയുന്നു, തൊണ്ട് കൊടുക്കുന്നു. ഭഗവാൻ ഭക്തിയോടുകൂടി തരുന്ന ആ നൈവേദ്യത്തെ സ്വീകരിക്കുന്നു. അപ്പൊ ഭക്തര് കൊടുക്കുന്ന വനമാലയോടാണ് എന്നേക്കാൾ ഭഗവാൻ ഇഷ്ടം എന്ന് തോന്നുന്നില്ലേ ലക്ഷ്മി ദേവിക്ക്? ഭക്തരോട് വാത്സല്യം കാണിക്കുന്ന ഭക്തവത്സലനായിട്ടുള്ള ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഞങ്ങൾ അഭയം പ്രാപിക്കുകയാണ് എന്ന് പറയും. പിന്നെ സ്തുതി തുടരുകയാണ്. ഭഗവാൻ ത്രിവിക്രമ രൂപം പൂണ്ട് നിന്ന സമയം, വാമനാവതാരത്തില് ബ്രഹ്മാണ്ടം മുഴുവനും നിറഞ്ഞു നിന്ന ഭഗവാന്റെ പാദം ബ്രഹ്മാവിന്റെ സത്യലോകത്തിൽ ചെന്നെത്തി. അപ്പൊ ബ്രഹ്മദേവൻ തന്റെ കമണ്ഡലുവിലിരുന്ന ജലം കൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ കഴുകി. ആ ജലമാണത്രേ 3 ലോകങ്ങളെയും, സ്വർഗം, ഭൂമി, പാതാളം, 3 ലോകങ്ങളെയും പവിത്രീകരിക്കുന്ന ഗംഗാനദിയായിട്ട് തീർന്നത്. ആ ഗംഗയുടെ പ്രാധാന്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നിന്നൊഴുകി വരുന്ന ഗംഗ, ഭാരതത്തിന്റെ പുണ്യനദി, നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതീകം. ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗംഗയെ നോക്കിയാൽ ആത്മജ്ഞാനം കിട്ടും. തപോവനസ്വാമിയുടെ ആശ്രമം ഗംഗാ തീരത്താണ്. അവിടെ ഇരുന്നാൽ കാണാം ഗംഗ ഒഴുകുന്നത്. ആ ചാണകം മെഴുകിയ തറയില് ഇന്ന് വലിയ ആശ്രമമായി അത്. ഒരുപാട് പേർക്ക് സത്സംഗങ്ങൾ നടത്താനും ക്യാമ്പുകൾ നടത്താനും എല്ലാം സൗകര്യങ്ങളുള്ള ഒരു വലിയ ആശ്രമമായി ചിന്മയാനന്ദസ്വാമി അത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഒരു കുടിലായിരുന്നു, മണ്ണ് ചാണകം മെഴുകിയ തറ. അവിടെ ഇരുന്ന് തപോവനസ്വാമി കൊല്ലങ്ങളോളം ചിന്മയാനന്ദസ്വാമിക്ക് തത്വോപദേശം ചെയ്തിട്ടുണ്ട്. അന്ന് പറഞ്ഞ കാര്യം ഇതാണ്, ഒഴുകുന്ന ഗംഗയെ നോക്കൂ, നിനക്ക് ആത്മജ്ഞാനം കിട്ടും. എല്ലാ തടസ്സങ്ങളെയും, തടസ്സങ്ങൾ ചെറുതാവട്ടെ വലുതാവട്ടെ, എല്ലാത്തിനെയും നിസ്സാരമായിട്ട് തള്ളിക്കൊണ്ട് ചെറിയ തടസ്സങ്ങളെ കൂടെ കൊണ്ടുപോകും, വലിയ തടസ്സങ്ങളുടെ മേലെ കൂടി ഒഴുകും.
എന്നാലും ഗംഗ ഒഴുകും, ഒഴുകിക്കൊണ്ടേയിരിക്കും അതിന്റെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ. ഇന്നും ആ ഗംഗാസ്നാനം പവിത്രമാണ്. ആ ഭക്തിഭാവനയോടുകൂടി ആ ഭഗീരഥന്റെ പ്രയത്നത്തെയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് ഗംഗ ഭഗവാന്റെ കാലടികളിൽ നിന്ന് ഒഴുകി വരുന്നതാകട്ടെ, ശിവന്റെ ജടയിൽ നിന്ന് ഒഴുകി വരുന്നതാവട്ടെ, ഗംഗ ഗംഗയാണ്. ഇന്നും അവിടെ ഒരു സ്നാനം ചെയ്യാൻ ഭാഗ്യം കിട്ടുന്ന പുണ്യാത്മാക്കൾക്ക് എത്ര തലമുറകളെ കുറിച്ചുള്ള സ്മരണയാണ് അപ്പോഴുണ്ടാവുക. ആ ഒരു ശുദ്ധ സങ്കല്പം തന്നെ ഗംഗാനദിയുടെ സന്നിധിയിൽ നമ്മളെ ധന്യരാക്കും, കൃതാർത്ഥരാക്കും. നോക്കൂ, സത്യലോകത്ത് വെച്ച് ഭഗവാന്റെ കാലടികള് ത്രിവിക്രമ രൂപം പൂണ്ടപ്പോൾ അവിടെ എത്തിയ കാലടികളില് ബ്രഹ്മദേവന്റെ കമണ്ഡലുവിലെ ജലം കൊണ്ട് കഴുകുമ്പോൾ അവിടുന്ന് ഉത്ഭവിച്ചതാണത്രേ ഗംഗാനദി. എത്ര ഉദാത്തമായിട്ടുള്ള ഒരു സങ്കല്പമാണല്ലേ. ദേവന്മാര് പറയാണ്, അങ്ങനെയുള്ള ആ പാദപത്മങ്ങളെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു ഭഗവാനെ, ഞങ്ങൾക്ക് അഭയം തരണം. സത്തുക്കൾക്ക് അഭയം തരുന്നതാണ് ആ കാലടികൾ. സത്തുക്കളുടെ അഭയം തരും, അസത്തുക്കൾക്ക് ഭയത്തെയും ജനിപ്പിക്കും. പാപികളുടെ സ്വർഗം, പാപികളുടെ നരകമാണ് ആ കാലടികൾ. പുണ്യവാന്മാരുടെ സ്വർഗമാണ് ആ കാലടികൾ. ഞങ്ങൾ ആ പാദപങ്കജ തന്നെ അഭയമായിട്ട് സ്വീകരിക്കുകയാണ്. ഞങ്ങൾക്ക് അവിടെ അഭയം തരണം, അപേക്ഷിക്കുകയാണ് ദേവന്മാർ. വീണ്ടും അവരുടെ പ്രാർത്ഥന, അവരുടെ സ്തുതി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ബ്രഹ്മാവ് മുതൽ, അതായത് സൃഷ്ടികർത്താവാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവ് മുതൽക്ക് ഇങ്ങോട്ട് എത്ര തരം ജീവന്മാരാണുള്ളത്. ഓരോ ജീവനെയും അതിൻ്റെ കർമ്മഫലം അനുസരിക്കാൻ തക്ക ഒരു ശരീരം കൊടുത്ത് ഈ ഭൂമിയിലേക്ക് വിടുക. ഇതാണ് ബ്രഹ്മാവിന്റെ ജോലി. ഈ ഒരു ജോലിയെ ബ്രഹ്മാവിനുള്ളൂ. പരിപാലിക്കലോ സംഹരിക്കലോ ഒന്നും ബ്രഹ്മാവിൻ്റെതല്ല. ബ്രഹ്മാവിന്റെ കർമ്മപാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ബ്രഹ്മാവ് ഇവിടെ വിടുന്ന ഈ സൃഷ്ടികർമ്മം ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ജീവന്മാരെല്ലാവരും ത്രിഗുണാത്മികയായ മായയുടെ ബന്ധനത്തിലാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളും പ്രാരബ്ധവുമാകുന്ന മൂക്ക് കയറിട്ട വണ്ടിക്കാളുകളെ പോലെയാണ് ഈ ഭൂമിയിലെ ജീവന്മാർ. സ്വാതന്ത്ര്യമില്ല. കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടത്യ കർമ്മകൃത് കാര്യതേ ഹ്യവശകർമ്മ സർവപ്രകൃതി ജൈർഗുണൈ എന്ന ഗീത. അവശരായിട്ട്, അസ്വതന്ത്രരായിട്ട് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിക്കാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ അർജുനൻ കരിഷ്യേ വചനം തവ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ലേ? ത്രിഗുണങ്ങളാകുന്ന, പ്രാരബ്ധമാകുന്ന മൂക്ക് കയറുകൊണ്ട് ബന്ധിച്ചിരിക്കുന്ന വണ്ടിക്കാളുകളെ പോലെയാണ് ജീവൻ. ഭാഗവതത്തിൽ പഞ്ചമസ്കന്ധത്തിലും പറയുന്നുണ്ട് പ്രിയവൃത ചരിതം. അതിൽ ബ്രഹ്മദേവൻ പ്രിയവൃതനോട് പറയുന്നുണ്ട്, ഈ ലോകത്ത് ഒരുത്തനും സുഖിക്കാനോ ദുഃഖിക്കാനോ ഭയപ്പെടാനോ ഭ്രമിക്കാനോ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല വരുന്നത്. അവശരായിട്ട്, അസ്വതന്ത്രരായിട്ട് ആ ജീവന്റെ പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിച്ച് തീർക്കാൻ പറ്റിയ ഒരു ശരീരം എടുത്ത് ഇവിടെ വരികയാണ്. ആ കർമ്മവാസനകളിൽ നിന്ന് മുക്തി നേടാൻ, ഇനി വാസനകൾ ആർജിച്ച് പുനർജന്മത്തിന്റെ വിത്ത് വിതയ്ക്കാതിരിക്കാൻ ജീവന്മാർ അഭയം തേടുന്നത് ഭഗവാനെ അവിടുത്തെ പാദപങ്കജങ്ങളിലാണ്. ആ പാതാരബിന്ദങ്ങളാണ് എല്ലാവർക്കും ആശ്രയം. അവിടുന്ന് പുരുഷോത്തമനാണ് ഭഗവാനെ. പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ ഉത്തമ പുരുഷൻ. ഭഗവത്ഗീതയിലെ 15-ാമത്തെ അധ്യായം പുരുഷോത്തമ യോഗം.
പരമാത്മാവ് എന്ന് പറഞ്ഞാൽ പുരുഷോത്തമൻ. ഏകമായ പരമ്പൊരുളാണ്, ഒന്നേ ഒന്ന്. പക്ഷെ ഈ ഏകമായ പരമ്പൊരുളിനെ, പുരുഷോത്തമനെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് ക്ഷരമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെയാണ്. എന്നുവെച്ചാൽ ഇതേ നമ്മുടെ മുന്നിലുള്ളൂ. ഇതറിഞ്ഞാലേ നമുക്ക് അറിയാവുന്നതും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിന്നുകൊണ്ടേ നമുക്ക് കാണാത്തൊരു കാര്യത്തെക്കുറിച്ച് ആചാര്യന്മാർക്ക് പറഞ്ഞു തരാനാകും. അതുകൊണ്ട് പറയുന്നു, ഈ കാണുന്നത് ക്ഷരപ്രപഞ്ചം. ഇത് ക്ഷരം. ക്ഷരം എന്നാൽ നശിക്കുന്നത് എന്നർത്ഥം. ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചം 3 കാലത്തിലും ഇല്ല. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോ ഈ പ്രപഞ്ചം നമ്മുടെ മുന്നിൽ ഇല്ല. നമ്മൾ സ്വപ്നം കാണുമ്പോ ഈ ലോകം അല്ല, വേറെ ലോകാണ്. ഉണരുമ്പോ സ്വപ്നലോകം ഇല്ല. 3 ലോകത്തും ഇല്ലാത്തത് സത്യമല്ല. അതിന് സത്യത്വം ഇല്ല. സത്യത്വം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മിഥ്യയാണ്, തോന്നലാണ്, ഭ്രമമാണ്. സത്യവസ്തു സർവീശ്വരൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ജീവന്മാരെ ഭ്രമിക്കുന്നു. ഈ ക്ഷരപ്രപഞ്ചം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ക്ഷരപ്രപഞ്ചത്തിൽ അക്ഷരം ഉണ്ട്. ജഡമായ ഈ ശരീരത്തിനുള്ളിൽ, ജഡമായ ഈ മനസ്സും ബുദ്ധിയെയും എല്ലാം പ്രവർത്തിപ്പിക്കാൻ അക്ഷരമായിട്ടുള്ള ജീവനുണ്ട്. ഓരോന്നിലും തുടിക്കുന്നുണ്ട് ജീവൻ. അത് അക്ഷരം. ഈ ക്ഷരപുരുഷനും അക്ഷരപുരുഷനും അതീതനായിട്ടുള്ള ഒരു പുരുഷനുണ്ട്. അക്ഷരാതീതം. അതാണ് പുരുഷോത്തമൻ. അതാണ് ഭഗവാനെ അങ്ങ് പുരുഷോത്തമനാണ്. അങ്ങ് കാലാതീതനാണ്. അങ്ങ് കാലസ്വരൂപനാണ്. കാലം നിർവചിക്കാനാവാത്തൊരു വാക്കല്ലേ അത്. കാലം കാലം എന്ന് നമ്മൾ പറയും, പക്ഷെ കാലത്തിനെ നമ്മൾ അനുഭവിക്കല്ലേ. എന്താ കാലം? എവിടെയാ കാലം? കഴിഞ്ഞ കാലം, വരുന്ന കാലം, വർത്തമാനകാലം, പണ്ടുള്ള കാലം, എന്തെല്ലാം നമ്മൾ പറയാറുണ്ട് കാലത്തിനെ കുറിച്ച്. ഈ കാലം, ഇനിയുള്ള കാലം, എന്തെങ്കിലും അറിയോ കാലത്തിനെ കുറിച്ച് ആർക്കെങ്കിലും? സെക്കൻഡും മിനിറ്റും മണിക്കൂറും ദിവസവും ആഴ്ചയും മാസം കൊല്ലം ഒക്കെ ആയിട്ട് നമ്മൾ വിഭജിക്കും കാലത്തിനെ. അതൊക്കെ സത്യമാണോ? നാഴികമണിയുടെ സൂചി കറങ്ങുന്നതനുസരിച്ച് കണക്കാക്കിയാൽ ആ കണക്ക് സത്യമാണോ? ഭൂമിയുടെ ദിനചലനവും വാർഷിക ചലനവും കൊണ്ട്, അത് കണ്ടുകൊണ്ട് നമ്മൾ ഗണിച്ചു വെക്കുന്ന കാലം സത്യമാണോ? ആലോചിക്കൂ. എന്താണ് കാലം? ബോധസ്വരൂപനായിട്ടുള്ള ഈശ്വരൻ മാത്രം സത്യം. ആ ബോധസ്വരൂപത്തിന്റെ തന്നെ ശക്തിയായ മായ ചലിക്കുമ്പോൾ, ആ ശക്തി ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൃശ്യങ്ങളെ തുലനം ചെയ്യുമ്പോഴുള്ള ഒരു സങ്കല്പമാണ് കാലം എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. ബോധസ്വരൂപനായിട്ടുള്ള പരമാത്മാവിൽ, ആ പരമാത്മാവിന്റെ തന്നെ ശക്തിയായിട്ടുള്ള മായ ചലിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ കാണപ്പെടുന്ന ജഡങ്ങളായിട്ടുള്ള ദൃശ്യങ്ങളെ തുലനം ചെയ്യുമ്പോഴുള്ള ഒരു തോന്നലാണ് കാലം. കാലത്തിലാണ് ഒരു കുട്ടി ജനിക്കുന്നത്, കാലത്തിലാണ് വളരുന്നത്, കാലത്തിലാണ് ഈ ലോകത്തുനിന്ന് പോകുന്നത്, കാലത്തിലാണ് വിത്ത് മുളയ്ക്കുന്നത്, വൃക്ഷം ചെടിയാകുന്നത്, പൂക്കുന്നത്, കായ്ക്കുന്നത്, സൂര്യൻ ഉദിക്കുന്നത്, അസ്തമിക്കുന്നത്. ഭഗവാൻ കാലസ്വരൂപൻ. കാലോസ്മി എന്ന് വിശ്വരൂപ ദർശന യോഗത്തില് അർജുനനോട് പറയുന്നുണ്ട്. അവിടുന്ന് ആരാണ് എന്ന് അർജുനൻ ചോദിക്കും. കാലോസ്മി, ഞാൻ കാലമാണ്. പുറമേ കാലമായിട്ടും അകമേ ജീവനായിട്ടും വിളങ്ങുന്നത് ഒരേ ഒരു ചൈതന്യമായ പരമാത്മാവ് മാത്രമാണെന്ന് അറിയുക. അവിടുന്ന് പുരുഷോത്തമനാണ്.
പ്രകൃതി അവിടുത്തെ നിയന്ത്രണത്തിലാണ്. അവിടുന്ന് കാലാതീതനാണ്. കാലം അവിടുന്ന് മായാതീതനാണ്. കാലം, മായ എല്ലാം അവിടുത്തെ നിയന്ത്രണത്തിലാണ്. സർവ്വതും അവിടുത്തെ നിയന്ത്രണത്തിലാണ്. അങ്ങനെയുള്ള അങ്ങയെ ഞങ്ങൾ ഭക്തിപൂർവം പ്രണമിക്കുന്നു, നമസ്കരിക്കുന്നു. ഇവിടെ ഒന്നേ ഞങ്ങൾക്ക് ചെയ്യാനുള്ളൂ. വിവേകികളായിട്ടുള്ളവർക്ക് ഇവിടെ ഒന്നേ ചെയ്യാനുള്ളൂ. ഈ ഭഗവാന്റെ ഗുണഗണങ്ങളെ, കഥകളെ, ലീലകളെയൊക്കെ പാടി സ്തുതിച്ച് വാഴ്ത്തി ജീവിക്കുക. ഈ ലീലകളെ, ഈ കഥകളെയെല്ലാം ആവർത്തിച്ച് കേട്ടാൽ, ഈ കഥാമൃതം നുകർന്നാൽ ആ കഥയും തീർത്ഥമാണ്. ഭഗവാന്റെ പാദത്തിൽ കഴുകി വരുന്ന ആ ഗംഗാജലവും തീർത്ഥമാണ്. ഇതിലങ്ങോട്ട് മുഴുകിയിരുന്നാൽ ആത്മജ്ഞാനം കിട്ടും. ഭക്തി വർദ്ധിക്കും. ഭക്തി ജ്ഞാനത്തിലേക്ക്, ഭക്തി നമ്മളെ ജ്ഞാനത്തിലേക്ക് നയിക്കും. ഭക്തിയുടെ പരാകാഷ്ഠയാണ് ജ്ഞാനം. ശ്രേഷ്ഠമായ ഭക്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനം തന്നെയാണ്. ജ്ഞാനാദേവത് കൈവല്യം. ജ്ഞാനം കൊണ്ട് മുക്തി കിട്ടും. മുക്തി എന്ന് പറഞ്ഞാൽ ശാശ്വതമായിട്ടുള്ള ആനന്ദപ്രാപ്തി. ഭഗവാൻ എന്ന് പറയുന്നത് അതാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദ സ്വരൂപിയാണ്. ജീവൻ ഈശ്വരൻ തന്നെ, ബ്രഹ്മം തന്നെ. പക്ഷേ ജീവൻ അത് അറിയുന്നില്ല. ജീവൻ സദാ ആത്മവിസ്മൃതിയിലാണ്. ഭഗവാൻ ആത്മസ്വരൂപൻ. 16,008 ഭാര്യമാരുണ്ട് എന്നാണ് ഭാഗവതം പറയുന്നത്. അവരുടെ പുഞ്ചിരിയോ കടാക്ഷമോ ഒന്നും ഭഗവാന്റെ മനസ്സിൽ ഒരു ചാഞ്ചല്യവും സൃഷ്ടിക്കുന്നില്ല. അസംഖ്യനായിട്ട് ലീലകളാടും ഭഗവാൻ. അവിടുന്ന് ആത്മവിസ്മൃതി എന്ന് പറയുന്നത് ഇല്ല. ജീവൻ അവിദ്യയുണ്ട്, അജ്ഞാനമുണ്ട്, മോഹമുണ്ട്. പരമാത്മാവിന് മുറിവില്ലാത്ത അറിവാണ് പരമാത്മാവ്. അഖണ്ഡബോധം. അങ്ങനെയുള്ള ഭഗവാന്റെ കഥാമൃതത്തില്, ആ പാദജലം, ആ ഗംഗാതീർത്ഥത്തില് ആറാടുന്ന വിവേകികൾ അവിടുത്തെ പാദപദ്മങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഞങ്ങളും ആ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നു, നമസ്കരിക്കുന്നു, സ്വഷ്ടങ്ങൾ നമസ്കരിക്കുന്നു. ഇങ്ങനെയാണ് ബ്രഹ്മാവും ദേവന്മാരും ഭഗവാനെ, ശ്രീകൃഷ്ണ പരമാത്മാവിനെ, ദ്വാരകാധീശനെ സ്വധാമഗമനത്തിന് മുമ്പ് സ്തുതിക്കുന്നത്. സ്തുതി നിർത്തിയപ്പോൾ ബ്രഹ്മദേവൻ സംസാരിച്ചു തുടങ്ങി. ഭഗവാനെ, അവിടത്തേക്ക് ഇപ്പൊ 125 വയസ്സായി. ഇനി അങ്ങോട്ട് വരേണ്ട സമയമായി, സുധാമത്തിലേക്ക് വരേണ്ട സമയമായി. അങ്ങനെയൊക്കെ ചിലപ്പോ ഓർമ്മിപ്പിക്കും, ഭഗവാനെ ഓർമ്മിപ്പിക്കും. നമ്മൾ അങ്ങനെയാണല്ലോ. ഭഗവാൻ ഒന്നും അറിയില്ല എന്ന് കരുതി നമ്മൾ ചെന്ന് ഭഗവാനെ അറിയാൻ പാടില്ലേ, ഞാനിപ്പോ എത്ര ബുദ്ധിമുട്ടിലാണെന്ന് അറിയാൻ പാടില്ലേ? ഭഗവാൻ അറിയാം. ഭഗവാൻ അന്തര്യാമിയാണ്. നമ്മൾ ആരാണ് ഭഗവാന്റെ അന്തര്യാമിത്വത്തെ ചോദ്യം ചെയ്യാൻ? എല്ലാം അറിയാം. ഭഗവാൻ അറിവാണ്. ഭഗവാൻ അറിയാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. അവിടുത്തെ സന്നിധിയിലാണ് എല്ലാം. പക്ഷെ ദേവകൾക്ക് പോലും, ബ്രഹ്മദേവന് പോലും സംശയം വരും. എന്റെ ഈശ്വര അങ്ങോട്ട് വരാറായി, എന്നിട്ട് ഇതൊന്നും ഓർമ്മയില്ലേ, നമുക്ക് എന്നൊന്ന് ഓർമ്മിപ്പിക്കണം എന്നുള്ള മട്ടിനാണ് വരുന്നത്. രാമാവതാരത്തിൽ നമ്മളത് കാണുന്നില്ലേ? ശ്രീരാമചന്ദ്ര മഹാപ്രഭു സീതാസ്വയംവരമൊക്കെ കഴിഞ്ഞു അയോധ്യയിൽ അങ്ങനെ ജീവിക്കുക. അപ്പൊ സ്വയംവരത്തിനുള്ള പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കം തുടങ്ങി. പട്ടാഭിഷേകം പിറ്റേ ദിവസം നടക്കാൻ പോവാണ്. ആ സമയത്ത് അവിടെ ദേവേന്ദ്രനും എല്ലാവർക്കും, ദേവലോകത്തുള്ള ആർക്കും ഇരിക്കപ്പൊറുതിയില്ല. കാരണം കല്യാണവും കഴിഞ്ഞു, ഇനി നാളെ അധികാരത്തിലേക്ക് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാല് കാര്യം ഈശ്വരന്റെ അവതാരമാണെങ്കിലും മനുഷ്യനായിട്ട് അവതരിച്ചിരിക്കുകയല്ലേ. ഇതിലൊക്കെ മയങ്ങിപ്പോയാൽ അവതാര ഉദ്ദേശം പിന്നെ നടപ്പിലാക്കാൻ സാധിക്കുമോ? ഈ സംശയം ഉള്ളത് കൊണ്ട് അവരെല്ലാവരും കൂടി നാരദനെ പറഞ്ഞയക്കും. രാഘവ നാരദ സംവാദം
ഉണ്ട് രാമായണത്തില്. അതൊന്ന് എടുത്ത് വായിച്ചു നോക്കൂ. മഹർഷിയെ കാണുമ്പോൾ എത്ര ആദരവോടെയാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു സ്വീകരിക്കുന്നത്. എന്നിട്ട് ആഗമന ഉദ്ദേശം, വന്ന കാര്യം എന്താണ് എന്ന് ചോദിക്കും. അപ്പൊ പറയും, കുറച്ച് കാലമായിട്ട് ഞങ്ങളിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഇപ്പൊ സീതാ സ്വയംവരം കഴിഞ്ഞു, നാളെ പട്ടാഭിഷേകം. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ അവതാര ഉദ്ദേശം മറക്കില്ലേ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് രാവണനെ വധിക്കുക, രാക്ഷസ വംശത്തെ വധിക്കുക. അതാണല്ലോ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തത് ആത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പൊ ശിഷ്ടന്മാരെ രക്ഷിക്കാനും ദുഷ്ടന്മാരെ ശിക്ഷിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനും വേണ്ടിയാണല്ലോ അവിടെ നിന്ന് അവതരിക്കുന്നത്. ഈ അവതാര ഉദ്ദേശം നടക്കില്ലല്ലോ ഈ ഭൗതികമായിട്ടുള്ള ഈ സുഖങ്ങളിലേക്ക് പുറകെ. അവിടുന്ന് മനുഷ്യവേഷം ധരിച്ച് വന്നിരിക്കുമ്പോൾ അതിന്റെ പുറകെ പോകുന്നത് കാണുമ്പോൾ സംശയമുണ്ട് എന്ന് പറയും. അപ്പൊ എന്താ പറയണത്? കാലാവലോകനം കാര്യസാധ്യം നൃണാം. സത്യവിരുദ്ധമായിട്ടൊന്നും രാമന്റെ കയ്യിൽ നിന്ന് ഉണ്ടാവില്ല. അവൻ സത്യം ചെയ്തിട്ടുണ്ട്. ഋഷിമാരോട് കൊടുത്ത വാക്ക് സത്യമാക്കും. ഭഗവാൻ അങ്ങനെയാണല്ലോ, സത്യം വിധാതും നിജം പ്രത്യഭാഷിതം എന്നും നരസിംഹാവതാരത്തിൽ പറയില്ലേ. ഭഗവാൻ ആർക്കൊക്കെ മുന്നിൽ സത്യം ചെയ്തിട്ടുണ്ടോ ആ സത്യം, ആ വാക്ക് സത്യമാക്കും. അതുകൊണ്ട് രാമൻ ഒരിക്കലും സത്യത്തിൽ നിന്ന് പിന്മാറുകയില്ല. നാരദ മഹർഷി എല്ലാറ്റിനും അതിന്റെ കാലം നോക്കണമല്ലോ. കാര്യസാധ്യത്തിനായിട്ട് കാലാവലോകനം വേണം. സന്ദർഭം അനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. സീതാദേവിയെ ഞാൻ വരിച്ചത് രാവണനെ നിഗ്രഹിക്കാനും രാക്ഷസവംശത്തെ നശിപ്പിക്കാനും എന്റെ അവതാരോദ്ദേശത്തിനും വേണ്ടിയാണ്. പിന്നെ നാളെ ഞാൻ അധികാര കസേരയിലേക്ക് പോകുന്നതാണോ നിങ്ങളുടെയൊക്കെ ഭയം? നോക്കിക്കോളൂ എന്താണ് ഉണ്ടാവുന്നതെന്ന്. അങ്ങനെ പറയുന്ന ഒരു രംഗമുണ്ട്. അപ്പോ ഈ ബ്രഹ്മാദികൾക്കൊക്കെ ഒരു ശങ്ക വരും. സമയമായിട്ടും സ്വധാമത്തിലേക്ക് വരുന്ന മട്ട് കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ഓർമ്മിപ്പിക്കാനും കൂടിയാണ് വന്നത്. ശ്രീകൃഷ്ണ പരമാത്മാവ് പറയും, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എൻ്റെ അവതാരോദ്ദേശങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി. ഇനി യാദവ വംശം കൂടി മാത്രം ഇല്ലാതാക്കണം. കാരണം അതെന്റെ വംശമാണ്. അവർക്ക് അഹങ്കാരം പെരുത്തിരിക്കണം. അതിനുള്ള കാര്യങ്ങളും കൂടി ഏർപ്പാടുകളും കൂടി ചെയ്തു കഴിഞ്ഞു. നമ്മള് ഏകാദശ മനനം തുടങ്ങിയപ്പോ പറഞ്ഞില്ലേ, മഹർഷിമാരുടെ ശാപം കിട്ടി യാദവന്മാർക്ക്. കുട്ടികളൊരു നേരം പോക്ക് കാണിച്ചതാണ്, മഹർഷിമാരെ പരീക്ഷിച്ചതാണ്. പക്ഷെ സമയമായി. അതുകൊണ്ട് ബ്രഹ്മദേവനും അറിയാം, അവിടുന്ന് വിചാരിച്ചാൽ ഇതൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റും. പക്ഷെ അവിടത്തേക്ക് ഇപ്പൊ വരേണ്ട സമയമായി. അതുകൊണ്ട് അവിടുന്ന് യാദവ വംശത്തിന്റെ നാശം കൂടി എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു, ഏർപ്പാട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഭഗവാൻ പറയും, അതുകൊണ്ട് ആ വംശം കൂടി നശിച്ചു കഴിഞ്ഞിട്ടേ എനിക്ക് എന്റെ ശരീരത്തെ ഉപേക്ഷിക്കാനാകും എന്ന് പറയും. ഞാൻ ഉടനെ മടങ്ങി വരും. മടങ്ങി വരുന്ന വഴി ഞാൻ സത്യലോകത്തിലൂടെ തന്നെ മടങ്ങി വരാം എന്ന് പറഞ്ഞ് ബ്രഹ്മാവിനെ സമാശ്വസിപ്പിക്കുന്നു. എല്ലാവരെയും ആശ്വസിപ്പിച്ച് ഭഗവാൻ അവരെയൊക്കെ അവരുടെ സ്ഥാനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നു. എന്നിട്ട് യാദവ വംശത്തിന്റെ ഈ നാശം മുൻകൂട്ടി കണ്ടതുകൊണ്ട് അവസാന സമയത്ത് എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കണമല്ലോ. അതുകൊണ്ട് യാദവരോട് പറയും, ഈ സമയത്ത് പ്രഭാസ തീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നത് നല്ലതാണ്. പ്രഭാസ തീർത്ഥക്കരയിൽ പോയി യജ്ഞങ്ങളും യാഗങ്ങളും പൂജകളും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ നമുക്കിങ്ങനെ മഹർഷിമാരുടെ ശാപമൊക്കെ കിട്ടിയിരിക്കുന്നത് ഒരു സമയമല്ലേ. അതുകൊണ്ട് എന്തൊക്കെയോ ആപത്തിന്റെ സൂചനകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അതിലൊക്കെ ഒരു മോചനം വേണം എന്നുണ്ടെങ്കിൽ, അതിന്റെ കാഠിന്യമൊക്കെ കുറയണം എന്നുണ്ടെങ്കിൽ ഇതേ ഉള്ളൂ വഴി. അതുകൊണ്ട് എല്ലാവർക്കും പ്രഭാസ തീർത്ഥക്കരയിലേക്ക് പോകും. ഈ സമയത്ത് ഭക്തോത്തമനായിട്ടുള്ള ഭഗവാന്റെ സജീവനായിരുന്ന ഉദ്ധവര് കൂടെയുണ്ട്. ഉദ്ധവർക്ക് എല്ലാം പിടികിട്ടി. ഭഗവാന്റെ ലീലാമാനുഷ വേഷം ഭഗവാൻ
അഴിച്ചു വയ്ക്കാനുള്ള ഒരുക്കമാണ് ഈ കാണിക്കുന്നത് എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഭഗവാനോട്, ഭഗവാനെ എനിക്ക് മനസ്സിലായി അവിടുത്തെ ലീലകളെല്ലാം തീർന്ന് അവിടുന്ന് സ്വധാമത്തിലേക്ക് ഗമിക്കാൻ പോവുകയാണല്ലേ. അതിനുള്ള ഒരുക്കങ്ങളാണ് അവിടുന്ന് കാണിക്കുന്നത്. ജനിച്ച നാള് മുതല് ഞാൻ അവിടുത്തെ ഭക്തനാണ്, ദാസനാണ്, സേവകനാണ്. അവിടുത്തെ വസ്ത്രങ്ങൾ മാറ്റിയിടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക, അവിടുത്തെ ഉച്ഛിഷ്ടം ഭുജിക്കുക, സന്തതം അവിടുത്തെ ചിന്തകള് സ്മരണകൾ മാത്രം, ആ സാമീപ്യം മാത്രം. ഇങ്ങനെ കഴിഞ്ഞു വന്ന എനിക്ക് അവിടുത്തെ പിരിഞ്ഞിവിടെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എവിടേക്കാണ് അങ്ങ് പോകുന്നത്, ആ പോകുന്ന സ്ഥലത്തേക്ക് എന്നെ കൂടി കൊണ്ടുപോകണം എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഭഗവാൻ ഉദ്ധവരോട് പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് തുടർന്നുള്ള അധ്യായങ്ങളിലുള്ളത്. ദേവസ്തുതി ഇവിടെ അവസാനിക്കുകയാണ്. ഉദ്ധവരോടുള്ള ഭഗവാന്റെ ഈ വാക്കുകളോടെ ഈ 6-ാം അധ്യായം പര്യവസാനിക്കുകയാണ്. ഇത് അവസാനിക്കുമ്പോൾ നമ്മള് മനനം ചെയ്യേണ്ട ഒരു വസ്തുത ഇതാണ്: ഭഗവാന്റെ പാദങ്ങളുടെ ആ പാദസ്പർശത്തിന്റെ അത്യപൂർവമായിട്ടുള്ള, അത്യത്ഭുതകരമായിട്ടുള്ള കഴിവ്. ത്വൽപാദ പങ്കേരുഹം മമ കേവലം എപ്പോഴും ഉൾപ്പൂവിൽ വാഴുക ധരാപതി എന്നാണ് പ്രഹ്ലാദൻ, ഭക്തോത്തമനായിട്ടുള്ള പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയോടും യാചിക്കുന്നത്. ത്വൽപാദ പങ്കേരുഹം മമ കേവലം എപ്പോഴും ഉൾപ്പൂവിൽ വാഴുക ധരാപതി. എന്റെ ഉള്ളിൽ എപ്പോഴും സദാ ആ ഭഗവാന്റെ കാലടികൾ തന്നെ ഉണ്ടാവണം. ബ്രഹ്മദേവൻ ഭഗവാനോട് പറയുമ്പോഴും ഭക്തന്മാരുടെ ഉള്ളില് സദാ വിളങ്ങുന്ന കാലടികൾ, സമാധിയിലിരിക്കുന്ന യോഗികളുടെ ഉള്ളില് സദാ തെളിഞ്ഞു കാണുന്ന അവിടുത്തെ കാലടികൾ, അങ്ങനെയുള്ള കാലടികളിലാണ് ഞങ്ങൾ അഭയം പ്രാപിക്കുന്നത്. ഭഗവാന്റെ കാലടികളുടെ വൈശിഷ്ട്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പാദസ്പർശം ഏറ്റ മഹാബലി എത്ര ധന്യനാണ്. സുതലത്തിന്റെ അധിപനായി, ഓണക്കാലല്ലേ, എന്തെല്ലാം കെട്ടുകഥകളാണ് മഹാബലിയെ കുറിച്ച് നാട് നീളെ പ്രചരിക്കുക. മഹാബലിയെ വാമനമൂർത്തി ചവിട്ടി താഴ്ത്തി എന്നൊക്കെയല്ലേ പറയാ. ഇത്രയും പെർവേർട്ടഡായിട്ടുള്ള, വികൃതമായിട്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെയാണ് വാമനാവതാരത്തിന് കൊടുക്കാറുള്ളത്. അർത്ഥത്തിൽ എന്താണ്? ഭഗവാൻ അനുഗ്രഹിക്കുകയായിരുന്നു മഹാബലി, സുതലത്തിന്റെ ഭരണാധികാരിയാക്കി, സർവാധിപതിയാക്കി. അസുരന്മാരാൽ ചുറ്റപ്പെട്ടിരുന്നാലും, അസുരവംശത്തിൽ ജനിച്ചവനാണെങ്കിലും ആസുരികമായിട്ടുള്ള ഒരു ഭാവന പോലും നിന്നിൽ തീണ്ടുകയില്ല മഹാബലി എന്നാണ് പറയുന്നത്. സുതലത്തിന്റെ കാവൽക്കാരനായിട്ട് ഞാനുണ്ടാവുന്നു. ഭഗവാൻ കാവൽക്കാരനായിട്ട് നിന്നു ആ ചക്രവർത്തിക്ക്. പിന്നെയോ അടുത്ത കൽപ്പത്തിലെ ഇന്ദ്രനാക്കാനായിട്ടുള്ള വരവും കൊടുത്തു, വാഗ്ദാനവും കൊടുത്തു. ഈ കാളിയന്റെ ശിരസില് ആ പാദം പതിഞ്ഞിട്ടില്ലേ? വിഷസർപ്പമായിരുന്നു കാളിയൻ. ആ കാളിയ മർദ്ദനം കഴിയുമ്പോൾ അഹങ്കാരം ശമിച്ച് ഭഗവാന്റെ പ്രീതിക്ക് പാത്രമാവുന്ന ആ കാളിയന്റെ ശിരസിൽ ആ പാടുകളുള്ളപ്പോ ഇനി ഗരുഡനല്ല ആരും കാളിയനെ ഒരിക്കലും ശത്രുവായിട്ട് കണക്കാക്കില്ല. നിഷ്കളങ്കനായി, വിഷം മുഴുവനും പോയി. അതുകൊണ്ടാണല്ലോ കാളിയൻ പിന്നെ പറയുന്നത്, ഭഗവാനെ, സർപ്പങ്ങൾ എന്ന് പറഞ്ഞാല് അവരുടെ ഉള്ളില് തമസല്ലേ, അവരുടെ ഉള്ളില് വിഷമല്ലേ, അതല്ലേ അവിടത്തേക്ക് നേദിക്കാൻ ഞങ്ങളുടെ കയ്യിലുള്ളൂ, സമർപ്പിക്കാൻ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അവിടത്തേക്ക് എന്നെ
അനുഗ്രഹിക്കുകയോ നിഗ്രഹിക്കുകയോ ചെയ്യാം. അതവിടുത്തെ പ്രസാദമായിട്ട് ഞാൻ സ്വീകരിക്കും. നോക്കൂ, ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് ഉഗ്ര വിഷസർപ്പമായിരുന്ന കാളിയൻ ഭക്തനായിട്ട് തീർന്നു. ശ്രീരാമാവതാരത്തില് ഭഗവാന്റെ പാദസ്പർശം, ശ്രീരാമസ്വാമിയുടെ പാദസ്പർശം കൊണ്ട് ശില അഹല്യയായിട്ട് തീർന്നു. മേൽപ്പത്ത് നാരായണ ഭട്ടതിരി കേശാദിപാത വർണ്ണനയിൽ, ശ്രീമദ് നാരായണീയം അവസാനിപ്പിക്കുന്ന സമയത്ത് കേശാദിപാത വർണ്ണനയിൽ പറയില്ലേ, യോഗീന്ദ്രാണാം ത്വദംഗേഷധിക സുമധുരം മുക്തിവാജാം നിവാസോ ഭക്താനാം കാമവർഷാദ്യുതരിസലയം നാഥാതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃത്വാ നിശേഷതാവാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി. ഭഗവാന്റെ കാലടികളുടെ ശ്രേഷ്ഠതയല്ലേ അവിടെ വർണ്ണിക്കുന്നത്. യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം. യോഗികൾക്ക് അവിടുത്തെ അവയവങ്ങളിൽ ഏറ്റവും മാധുര്യം തോന്നുന്നത് മുക്തിഭാജാം നിവാസോ, മുക്തി കിട്ടുന്നവർ, മോക്ഷം കിട്ടുന്നവർ ചെന്ന് ലയിച്ചു ചേരുന്നത് ഭക്താനാം കാമവർഷദ്യുതരികി സലയം നാഥാതേ പാദമൂലം. ഭക്തന്മാരുടെ സർവ്വവിഷ്ടങ്ങളെയും സാധിച്ചു കൊടുക്കുന്ന അവിടുത്തെ പാതാരവിന്ദങ്ങൾ നിത്യം ചിത്തസ്ഥിതമേ. ആ കാലടികൾ, ആ പാതാരവിന്ദങ്ങൾ എൻ്റെ ഉള്ളില് നിത്യം ചിത്തസ്ഥിതമേ, അതിനെ മാത്രം സതതം സതതം സദാ സ്മരിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരുമോ ഗുരുവായൂരപ്പ. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. ഭഗവത്ഗീതയിലെ ധ്യാന ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? യോഗികളുടെ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാം പശ്യന്തിയം യോഗിനും. ധ്യാനത്തില് ഇരിക്കുന്ന യോഗികളുടെ ഉള്ളില് അവര് ദർശിക്കുന്ന ആ സ്വരൂപം എൻ്റെ ഉള്ളിൽ തെളിഞ്ഞിട്ടണം. അതിനുവേണ്ടി സദാ ഞാൻ ആ പാദപത്മങ്ങളെ തന്നെ ശരണം പ്രാപിക്കുന്നു. ഇതാണ് ഭഗവാന്റെ പാതാരവിന്ദങ്ങളുടെ പ്രത്യേകത. ഈ ദേവസ്തുതിയിലെ ഓരോ ശ്ലോകം എടുത്തൊന്ന് നോക്കൂ. എനിക്ക് ഭാഗവതം വായിച്ചപ്പോ ഈ ദേവസ്തുതി ഏറ്റവും ഒരു പ്രിയപ്പെട്ട ഒരു ഭാഗമായിട്ട് തോന്നിയത് ഇതുകൊണ്ടാണ്. ഓരോ ശ്ലോകത്തിലും നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാക്രേ. ആ താമരപ്പൂ പോലുള്ള കാലടികളെയാണ് വർണ്ണിക്കുന്നത്. ഭക്തൻ അഭയം പ്രാപിക്കുന്നത്, ഭക്തന്റെ സർവ്വ അഭീഷ്ടങ്ങളും നിറവേറ്റാനായിട്ട്. അത് മാത്രം മതി. അത് മാത്രം നമ്മുടെ ഉള്ളില്, എല്ലാവരുടെ ഉള്ളില് ഭക്തി വളരാൻ, ഭക്തി വർദ്ധിക്കാൻ, ആ ഭക്തി നമ്മളെ ജ്ഞാനത്തിലേക്ക് നയിക്കാൻ, ആ ജ്ഞാനം കൊണ്ട് നമുക്ക് പരമമായ ശാന്തി കിട്ടാൻ എല്ലാവർക്കും പ്രയത്നിക്കാം. നമുക്ക് എല്ലാവർക്കും ഭഗവാനെ സ്തുതിക്കാം, ഭഗവാനെ സ്മരിക്കാം. സദാ സമ്പൂർണമായിട്ടുള്ള ആ ശരണാഗതി തന്നെ നമുക്ക്, അതിനുവേണ്ടി മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായിട്ടുള്ള ശരണാഗതി ഉള്ളവർക്ക് എപ്പോഴും ഭഗവാന്റെ വാക്കുകൾ സാന്ത്വനമാണ്. നമേ ഭക്തപ്രണശ്യതി, നമേ ഭക്തപ്രണശ്യതി, നമേ ഭക്തപ്രണശ്യതി. ഭഗവാൻ അർജുനന് കൊടുത്ത വാഗ്ദാനം. എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല, എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല, എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല. ആ ഭക്തി വളരാൻ, ജ്ഞാനത്തിലേക്ക് നയിക്കാനും മുക്തിയിലേക്ക് നയിക്കാനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ സർവേശ്വരന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ഇത് തീരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ഇവിടെ തൃക്കാക്കര അമ്പലത്തിന്റെ തൊട്ടടുത്താണ് ഞാനിപ്പോ താമസിക്കുന്നത്. അമ്പലത്തിലെ ഉത്സവമാണ്. 3 സ്റ്റേജില് 3 പരിപാടികൾ നടക്കുകയാണ്. സ്റ്റീഫൻ ദേവസിയുടെ മെഗാ ഫ്യൂഷനാണ് ഇവിടെ നടക്കുന്നത്. ഈ മുറി മുഴുവനും മെഗാ ഫ്യൂഷന്റെ കൺഫ്യൂഷനിലാണ്. ദേവി പരാശക്തി ശ്രീകൃഷ്ണ പരമാത്മാവ് എന്താണ് എന്നെ കൊണ്ട് പറയിച്ചതെന്ന് ഭഗവാന് മാത്രമേ അറിഞ്ഞുകൂടൂ. എല്ലാ വാക്കുകളും സർവേശ്വരന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. അമ്മേ നാരായണ. ഓം പൂർണ്ണമത പൂർണ്ണമിത
പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ലോകാഃ സമസ്താഃ സുഖിനോ ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ. ഓം ശാന്തി ശാന്തി ശാന്തി. പരമഹർഷിഭ്യോ നമഃ. ഹരി ഓം. നമഃ ശിവായ.